हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ്ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 62-ാമത്തെയും 63-ാമത്തെയും ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത്, എന്നാലാണ് അർത്ഥം പറയാൻ പറ്റുക. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ചിന്തയാൽ വിഷയത്തിങ്കൽ സംഘമുണ്ടായി വന്നിടും സംഘമുണ്ടാക്കിടും കാമം ക്രോധൈക കാരണം. ക്രോധത്തിൽ നിന്നു സമ്മോഹം, മോഹത്താൽ സ്മൃതിഭ്രംശത്തിലുളവാ ബുദ്ധിനാശം പ്രണാശകം. വിഷയാൻ ധ്യായതഃ പുംസഃ തേഷു സംഗഃ ഉപജായതേ. വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് അതിൽ താല്പര്യമുണ്ടാവുന്നു. സംഗാത് കാമഃ സംജായതേ, ആ സന്തോഷത്തിൽ നിന്ന് കാമം ഉണ്ടാവുന്നു. കാമാത് ക്രോധഃ അഭിജാതേ, കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാവുന്നു. ക്രോധാത് സമ്മോഹഃ ഭവതി, ക്രോധത്തിൽ നിന്ന് ബുദ്ധിഭ്രമം ഉണ്ടാവുന്നു. സമ്മോഹാത് സ്മൃതിവിഭ്രമേ, ഓർമ്മക്കേടുണ്ടാകുന്നു. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധിഭ്രമം മൂലം ഓർമ്മക്കേടുണ്ടാകുന്നു. ഓർമ്മക്കേടുണ്ടായിക്കഴിഞ്ഞാൽ വിവേകശക്തി നശിക്കുന്നു. വിവേകശക്തി നശിച്ചു കഴിഞ്ഞാൽ ജീവിതം നാശത്തിലേക്ക് എത്തുന്നു, നാശമടയുന്നു. ഇതാണ് ചെറിയതായിട്ട് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലെ നമ്മൾ പറഞ്ഞു, ഋഷിമാരൊക്കെ നമ്മളെ ഉപദേശിച്ചത് നമ്മുടെ ജന്മങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ള വാസനകളെല്ലാം തുടച്ച് നീക്കണം. അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവാനെ പറ്റി കൂടുതൽ അറിയുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ മെരുക്കി ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കുക. അല്ലാതെ അതിൻ്റെ പിന്നാലെ പോവാതിരുന്നാൽ അവൻ സ്ഥിതപ്രജ്ഞനായിട്ട് മാറും. ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഒന്നിൽ നിന്ന് ഒന്ന്, അതിൽ നിന്ന് മറ്റേത്, അതിൽ നിന്ന് മറ്റേത്, ഇങ്ങനെ എന്നിൽ നിന്ന് എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് വിവരിച്ചു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ അർജുനനായിട്ട്. അപ്പോൾ മനുഷ്യൻ്റെ അധഃപതനം എങ്ങനെയാണ് സംഭവിക്കുന്നത്, നാശം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്വന്തം മഹിമയെപ്പറ്റി വളരെയധികം താല്പര്യത്തോടുകൂടി, അതായത് അഹങ്കാരം, ഞാൻ വലിയ ആളാണ് എന്നുള്ള ഒരു വീക്ഷണത്തോടുകൂടെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അതിൽ തന്നെ വഴുതി വീണ് എങ്ങനെയാണ് നാശം സംഭവിക്കണ മനുഷ്യന് എന്നുള്ളതാണ് ഈ 2 ശ്ലോകങ്ങളിലും കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമ്മളതിലേക്ക് വഴുതി വീഴാതെ എപ്പോഴും അതിനനുസരിച്ച്, അതായത് പാളം തെറ്റിയ വണ്ടി റെയിൽ പാളം തെറ്റുന്നതിൽ എന്തെങ്കിലും ഒരു തടസ്സം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളം തെറ്റാൻ 1 നിമിഷം മതിയല്ലേ. അതേപോലെ അധപ്പതിച്ച് താഴേക്ക് വീഴാൻ നമുക്ക് 1 നിമിഷം മതി. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കയറി കരയിലേക്ക് തന്നെ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നാശം മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ളത് ഉപദേശിക്കുകയാണ്. അധഃപതനത്തിൻ്റെ അടിത്തട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ചിലപ്പോൾ നശിച്ചു പോകും. വളരെയധികം ഇപ്പം നമ്മൾ ഈ കള്ള്, കഞ്ചാവ് ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതിനങ്ങേയറ്റം അഡിക്റ്റഡായി കഴിഞ്ഞാൽ അവരെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോയാലും. അതായത് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകളാണ് ഓരോ നിമിഷവും. ഇപ്പോൾ ഒരാൾ ആത്മഹത്യക്ക് പോകുന്നു, അത് അയാൾ ചിന്തിച്ചുറപ്പിച്ച് ഒരു പുഴയിലേക്ക് ചാടാൻ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ അവിടെ വന്ന് എന്താ നീ ഇവിടെ നിൽക്കണം, എന്താ വിശേഷം ചോദിച്ചിട്ട് ഒന്ന് തിരിക്കുകയാണ്, അയാളുടെ മനസ്സിനെ ഒന്ന് മാറ്റുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുശലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ അന്ന് വിചാരിച്ച കാര്യം
വേണ്ട ഞാൻ പിന്നെ ആയി കളയാം, ഒന്നുമില്ലെങ്കിൽ ഒരു ചായ കുടിക്കുക നമുക്ക് എന്നും പറഞ്ഞ് ആരെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഉപദേശിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങി എന്താണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ വിഷമം പറയും. അതിനനുസരിച്ചൊരു ഉപദേശം കൊടുത്താൽ ഒരു വലിയ കാര്യത്തിൽ നിന്നാണ്, ഒരു ജീവനാണ് നമ്മൾ രക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ ചിന്തയാണ് നമ്മുടെ പ്രശ്നം. അതിന് നമ്മളെ അനുഗ്രഹിക്കാനും പറ്റും, നിഗ്രഹിക്കാനും പറ്റും. അപ്പോൾ എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് അതിൽ നമുക്കൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു രസം ജനിക്കും. ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷുപജായതേ. അതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു കഴിയുമ്പോൾ, ചീത്ത കാര്യങ്ങളിലേക്കാട്ടോ കൂടുതലും പോവുക, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിയുമ്പോൾ അത് സ്വന്തമാക്കാനും അത് അനുഭവിക്കാനും നമുക്ക് ആഗ്രഹമുണ്ടാവും. അതെന്ത് സുഖമാണെങ്കിലും. സംഗാ സംജായതേ കാമഹ. എന്നിട്ട് അത് നമുക്ക് സാധിക്കാതെ വരുമ്പോഴോ നമുക്ക് ക്രോധം വരും. ഇതാണ് ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇനി ക്രോധത്തിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? ക്രോധത്തിൽ നിന്ന് നമുക്ക് വ്യാമോഹം ബാധിക്കും. അതായത് എന്താ പറയുക, വിഷാദത്തിലേക്ക് വരെ വരും. അത് നശിച്ചു പോവും നമ്മൾ ക്രോധം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ നമുക്ക് തന്നെ അറിയില്ല അല്ലേ. ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കണു, ആദ്യം ചിലപ്പോൾ ഒരു സിഗരറ്റിലായിരിക്കും തുടങ്ങുക, അടുത്ത ദിവസം അത് 3ലേക്ക് 4ലേക്ക് എത്തും, അത് കഴിഞ്ഞ് ഒരു പാക്കറ്റ് ഒരു ദിവസമാവും, പിന്നെ ഒരു പാക്കറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മാതിരി ഓരോ പാക്കറ്റ് 3 നേരമാവും. അങ്ങനെ കടുത്ത വലിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവരെയൊക്കെ തിരിച്ച് ഇതൊന്നും വലിക്കാതെ അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് ഉപേക്ഷിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. ഇതേപോലെ തന്നെയാണ് കഞ്ചാവിൻ്റെ കേസായാലും എന്തായാലും. അവർക്കൊരു ഭ്രാന്ത് കയറുകയാണത്. അപ്പോൾ ക്രുദ്ധനാവുകയാണ്. ആരോടൊക്കെയാണ് ദേഷ്യപ്പെടേണ്ടതെന്ന് അറിയില്ല. മുന്നിൽ കാണുന്ന എല്ലാവരോടും, അത് ഭാര്യയാവട്ടെ മക്കളാവട്ടെ മറ്റുള്ള ആരും തന്നെ ആവട്ടെ, അവരോടെല്ലാവരോടും ദേഷ്യം വരികയാണ്. ഇപ്പം നമ്മൾ ടി വിയിലും ഇതിലൊക്കെ എന്നും തന്നെ കാണുന്നതല്ലേ അല്ലേ കേസുകൾ, അടി ഇടി അക്രമം. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? എന്തെങ്കിലും മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മനുഷ്യൻ്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന ചില സാധനങ്ങൾ അവർ ശീലിക്കുന്നു. ആ ശീലത്തിൻ്റെ ഒരു ഫലം കൊണ്ട് അവരല്ലാതായി മാറുന്നു. ഞാൻ ആരോടാണ് പറയുന്നത്? ചിലപ്പോൾ ഗുരുജനങ്ങളെ പോലും നിന്ദിക്കുന്ന അവസ്ഥ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അവരെ പോലും കയറി അടിക്കുക, കൊല്ലുക. വഴിയിൽ നടക്കുമ്പോൾ കോപ്പി അടിച്ച് പിടിച്ചാൽ മതി, ഒന്നും വേണ്ട. പണ്ടൊക്കെ നമ്മൾ ഈ കോപ്പി അടിക്കുന്നത് വളരെ തെറ്റായിട്ടാണ് കരുതിയിട്ടുണ്ടായിരുന്നത് ടീച്ചർമാരൊക്കെ. ഇന്നിപ്പോൾ അധികം ആരും അത് തടയാൻ പോവില്ല. എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുള്ളൂ. കാരണം എന്താ അറിയുമോ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഏത് വഴിയിലാണോ പോകുന്നത് അവനെ പിന്നുന്ന ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് കൊല്ലാനാണ് നോക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് എന്താ വിചാരിക്കുക, അവരെന്തോ അടിച്ചേട്ടെ, അങ്ങനെ ഒരു മനോഭാവം നമുക്ക് വരും. അപ്പോൾ നമ്മുടെ ആത്മാർത്ഥതയെ അവിടെ പോയി കിട്ടി. നമ്മൾ ഇത്രയും കാലം നല്ല ടീച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് സത്യസന്ധതയിൽ ജീവിക്കുന്ന ഒരാളെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മളും കണ്ണടയ്ക്കാൻ പോവുകയാണ്. കാരണം നമ്മുടെ ജീവനാണ് അവിടെ വലുത്. ഇപ്പോൾ ക്രുദ്ധനായിക്കഴിഞ്ഞാൽ ആരോടാണോ എന്താണോ സംസാരിക്കുന്നതെന്നുള്ള ഒരു സംസ്കാരവും, ബന്ധുത്വം മറക്കും, സംസ്കാരം മറക്കും, ബഹുമാനം ഉണ്ടാവില്ല, എല്ലാം മറന്നു പോവുകയാണ്. അതാണ് സ്മൃതിവിഭ്രമം. ഇനി സ്വഭാവതല്ലെങ്കിൽ പിന്നെന്താണ്? വിഷാദം വരും. വിവേകം നശിക്കും. വിവേകം നശിച്ചാൽ അത് ചിലപ്പോൾ വിഷാദത്തിലേക്ക് എത്തും, ചിലപ്പോൾ ക്രുദ്ധപ്രവൃത്തികളിലേക്ക് എത്തും. അമിതമായ വിഷാദത്തിൽ ഡിപ്രഷൻ്റെ അങ്ങേ അറ്റത്ത് എത്തിക്കഴിഞ്ഞു അതൊന്നും രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിനാശം സംഭവിക്കും. ബുദ്ധിനാശം സംഭവിച്ചാലോ അയാൾ മനുഷ്യനാണോ മൃഗമാണോ തിരിച്ചറിയാത്ത വിധത്തിലുള്ള പ്രവൃത്തികളൊക്കെയാണ് ചെയ്യുക അല്ലേ. സിംഹമൊക്കെ അല്ലേ ആക്രമിക്കുന്നതല്ലേ, അങ്ങനെ കാട്ടുമൃഗങ്ങളാണ് നമ്മളെ ആക്രമിക്കുക. ഇവിടെ മനുഷ്യനാണ് മനുഷ്യനെ ആക്രമിക്കുന്നത്. അപ്പം മൃഗത്തിൻ്റെ നിലവാരത്തിലെത്തിയില്ലേ നമ്മൾ. മനുഷ്യത്വമായിട്ടുള്ള ഒരു പ്രവൃത്തിയും അവർ ചെയ്യില്ല, മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും. അവർക്ക് ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ചിന്തയും ഉണ്ടാവില്ല, ഒരു മൂല്യങ്ങളും ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങളെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തുക, അതുമാത്രമേ ആഗ്രഹമുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ ഇന്ദ്രിയങ്ങളെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തണം. നമുക്ക് എന്തിലാണ് സുഖം കിട്ടുന്നത്? എല്ലാം ഇന്ദ്രിയ സുഖങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഇന്ദ്രിയ സുഖം എത്ര കിട്ടുന്നുണ്ട്? തൽക്കാലത്തേക്കേ കിട്ടുന്നുള്ളൂ. അത് എല്ലാവർക്കും ഈ തൽക്കാലം നമുക്ക് ഇന്ദ്രിയ സുഖം കിട്ടി, നല്ലൊരു സിനിമ കണ്ടു അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചു, എല്ലാം നല്ലൊരു കാര്യം കേട്ടു തൽക്കാലത്തേക്ക്. അത് കഴിഞ്ഞാൽ അത് സുഖത്തിലേക്കാണോ നയിക്കുന്നത്? അല്ല, ദുഃഖത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള ഇപ്പോൾ ഒരാൾ കുറ്റം ചെയ്തു, ഇപ്പോൾ ഇങ്ങനെ ക്രുദ്ധനായി
മറ്റുള്ളവരെ ആക്രമിക്കുകയല്ല, മറ്റുള്ളവരോട് ദുഷിച്ച വർത്തമാനങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ ഒന്ന് പശ്ചാത്തപിക്കുകയാണ്, കുറ്റബോധം തോന്നുകയാണ്. അയ്യോ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തേ. അപ്പോഴും അത് ദുഃഖമല്ലേ, അവൾക്ക് സുഖമാണോ കിട്ടുന്നത്? ദുഃഖമാണ്. എപ്പോഴും ദുഃഖം മാത്രമേ കിട്ടുള്ളൂ. സുഖം താൽക്കാലികം മാത്രമാണ്. ഒരിക്കലും നമുക്ക് നിരന്തരമായിട്ട് അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള എന്നും നിലനിൽക്കുന്ന ഒരു സുഖം കിട്ടാനേ പോകുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ജീവിതം തന്നെ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെയാണ്. എല്ലാവർക്കും തിരക്കാലേ, എന്നും. എന്തിനാണ് തിരക്ക്? നമ്മുടെ ജീവിതം എവിടെയെങ്കിലും എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള തിരക്കാണ്. പക്ഷേ എല്ലാം വ്യർത്ഥമാണ്, എല്ലാതും വ്യർത്ഥം തന്നെയാണ്. കാരണം എന്താണ്? കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്ദ്രിയ സുഖങ്ങൾ, ഇപ്പം നമുക്ക് വയസ്സായി കഴിഞ്ഞു, കണ്ണ് പ്രവർത്തിക്കാണ്ടാവും, ചെവി പ്രവർത്തിക്കാണ്ടാവും, ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലാണ്ടാവും. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും പണിമുടക്കാൻ തുടങ്ങും. അങ്ങനെ പണിമുടക്ക് തുടങ്ങുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പല ചികിത്സകളും നടത്തും. അങ്ങനെ ആ ചികിത്സകളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് കുറച്ച് കാലം കൂടെ ഉണർവോടുകൂടെ കുറച്ച് ഓവർകം ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷേ ഫൈനലി എന്താ സംഭവിക്കുക? വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കാതെ തന്നെ ആയിട്ട് മാറും. ഇന്നത്തെ തലമുറയും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു സുഖത്തിൻ്റെ പിന്നാലെ പോകുമ്പോഴേ ഇപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്താലേ നമുക്ക് ഏറ്റവും അധികം മനസ്സമാധാനം കിട്ടുക. ആ ഉറങ്ങുന്ന സമയത്ത് മനസ്സമാധാനം കിട്ടും. എന്താ കാരണം? നമ്മളെല്ലാ ഇന്ദ്രിയങ്ങൾക്കും വിശ്രമം കൊടുക്കുകയാണ് അവിടെ. പകൽ മുഴുവനും പലതും കണ്ടും കേട്ടും എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും മുഴുവനും അലഞ്ഞു തിരിയാണ്. അതിനെല്ലാറ്റിനും റെസ്റ്റാണ്. എപ്പോഴാണ്? ഉറങ്ങുമ്പോൾ. അത് നമ്മൾ ഈ മൊബൈൽ ചാർജ് റീചാർജ് ചെയ്യണ മാതിരിയാണ്. അപ്പോൾ അങ്ങനെ ഉറക്കത്തിൽ മാത്രം മനസ്സമാധാനം മതിയോ? അതോ ഉണർന്നാലും മനസ്സമാധാനം കിട്ടണം എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആകെ ഒരു മെത്തേഡേ ഉള്ളൂ അതിന്. അല്ലെങ്കിൽ ആകെ ഒരു കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഉണർന്നാലും മനസ്സമാധാനം കിട്ടൂ. എന്താണ്? എല്ലാം നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുക. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ചോദിച്ചു നോക്കിയാൽ മതി. ഇതിൽ നിന്ന് ഇപ്പം ഞാൻ TV കാണുന്നു, നല്ലൊരു സീരിയലാണ് കണ്ടു, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സുഖം കിട്ടി, അത് എത്ര നേരം ഉണ്ടാവും അതും അറിയില്ല. ഇനി ഈ സുഖങ്ങളൊക്കെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ എന്തായാലും അതിപ്പോൾ ഇന്നതെന്നില്ല, ലോട്ടറി അടുത്തു, നാളെ 1 കോടി അടിച്ചു, ഒരു സുഖം കിട്ടി, അത് കഴിഞ്ഞിട്ട് അത് ശാശ്വതമാണോ? ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമോ? ഇല്ല. 1 കോടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ നമുക്ക് പേടിയാണ്. നമ്മളെ വഴി കൂടെ നടക്കാൻ പോലും സമ്മതിക്കില്ല ആക്രമികൾ. ചിലപ്പോൾ അപ്പം തന്നെ തല്ലിക്കൊന്നു വരും. അത്രയേ ഉള്ളൂ. ആ താൽക്കാലിക സുഖമാണ് എല്ലാതും. ഈ സുഖം കിട്ടിയവരെല്ലാവരും ഒരു കാലത്തും ജീവിതകാലം മുഴുവനും സുഖത്തോടെ ജീവിക്കുന്നില്ല. അവർക്ക് വീണ്ടും വീണ്ടും ദുഃഖങ്ങൾ മാത്രമാണ് വരുത്തുന്നുള്ളൂ. അപ്പോൾ ആരാണോ ഉണർന്നിരിക്കുമ്പോഴും മനസ്സമാധാനത്തോടു കൂടിയിരിക്കുന്നത്, ആരാണ്? ഭഗവാനിൽ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർ. അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രണാധീനമാണ്. അങ്ങനെയുള്ളവനെയാണ് എന്ത് പറയുന്നത്? സ്ഥിതപ്രജ്ഞെന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അർജുനനെ ഇങ്ങനെ ഉണർവേകി എങ്ങനെയെങ്കിലും യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ, യുദ്ധം എന്നുള്ളതല്ല, അവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അർജുനനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം നമ്മൾക്കെല്ലാം ന്യൂക്ലിയർ ഫാമിലിയല്ലേ, അച്ഛൻ അമ്മ. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു ചിന്താഗതി എന്താണ്? അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കഴിയുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾക്ക്, പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഭാര്യമാരോ ഭർത്താക്കന്മാരോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിന്താഗതികളും ഇതെല്ലാം കുറച്ച് മാറിത്തുടങ്ങും. അപ്പോൾ കാരണം വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് നമ്മുടെ കൂടെ ജീവിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചിന്താഗതികൾ കുറച്ച് മാറും. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും കാലം നമ്മൾ അച്ഛനോടും അമ്മയോടും അനുസരിച്ച് ജീവിച്ചു. പക്ഷേ ഇപ്പോൾ കുറച്ച് അഭിപ്രായ വ്യത്യാസം വരും. അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. എല്ലാവർക്കും ഏകാന്തത വേണം. അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ടാകുന്നത്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, അത്ര മതി. അച്ഛനും അമ്മയും അവിടെ വേണ്ട. ഈ അച്ഛനും അമ്മയുടെയും കാലം അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടാവുക കേട്ടോ. അവർക്കും അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് ഇങ്ങനെ തന്നെയുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുണ്ടാവുക. എല്ലാവർക്കും ഫ്രീഡം വേണം. അത് എന്തിനാണ് ഈ ഫ്രീഡം? ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് പകരം അത് ഭഗവാനിലേക്കുള്ള ഒരു കൂടിച്ചേരലിനാണ് ഈ സ്വാതന്ത്ര്യം എങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, ഗുഡ്. പക്ഷെ അല്ലെങ്കിലോ വീണ്ടും നമ്മുടെ അധപ്പതനത്തിലേക്ക് മാത്രമേ നയിക്കുള്ളൂ.
ഇത് നേടിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ എങ്ങനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്ത് പറ്റുമോ നമുക്ക് ജീവിക്കാൻ എന്നൊക്കെ ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം ഇതാണ്, അധപ്പതനത്തിന് കാരണം ഇതാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ലക്ഷ്യമുണ്ട്, അതിലേക്കുള്ള മാർഗം കൂടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ. എല്ലാം മാർഗത്തിലൂടെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നീ ഇങ്ങനെ ചെയ്താൽ അതിലേക്ക് എത്താം. അപ്പോൾ ഇനി 64ാമത്തെ പദ്യത്തിൽ അതിലേക്കുള്ള മോക്ഷത്തിലേക്കുള്ള ഒരു ഉപായം കൂടെ നിർദ്ദേശിക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ മതി, നീ അധപ്പതിക്കാതെ രക്ഷപ്പെടാം എന്നുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസം ചൊല്ലാം. അപ്പോൾ നമ്മൾ 63 കഴിഞ്ഞു. അടുത്ത ദിവസം 64. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണോ.